വെടിയൊച്ചകളും കൂട്ടക്കരച്ചിലും കൊണ്ട് ഈ രാജ്യം യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമാധാനത്തോടുള്ള ഉറക്കം നമുക്ക് അകലെയാണോ എന്ന് ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഓരോ ഇന്ത്യക്കാരനും മനസ്സ് മരവിച്ച അവസ്ഥയിലേക്കാണ് കടന്നുപോകുന്നത്. എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് അധികാരികൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ജൂലൈയിൽ തുറക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രം അപ്രതീക്ഷിതമായി ഏപ്രിൽ 20-ന് തുറക്കുന്നു. രണ്ടാം നാൾ പൈൻമരക്കാടുകളിൽ ഒളിച്ച ഭീകരസംഘം നിരപരാധികളായി 28 പേരെ വെടിവെച്ച് ഇല്ലാതാക്കുന്നു. മതം ചോദിച്ച് വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ അവർ ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആഭ്യന്തര കലഹമുണ്ട്. ഹിന്ദു മുസ്ലിം എന്ന വിഭാഗീയത ഉണ്ടാക്കിയെടുത്ത പരസ്പരം തമ്മിൽ തല്ലിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന താഴ്വര ക്ഷണനേരം കൊണ്ടാണ് മരിച്ചവരുടെ ഭൂമിയായി മാറിയത്. ഇതിൽ യഥാർത്ഥ ഉത്തരവാദികൾ ആര്? അകത്തു നിന്നുള്ളവരാണോ പുറത്തു നിന്നുള്ളവരാണോ എന്ന് വ്യക്തമല്ല. ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ആക്രമണമല്ല എന്നും ഇന്ത്യക്കുള്ളിലെ ചിലർ സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും തുടർന്ന് പാകിസ്ഥാനെ അറിയിച്ചതാണെന്നും മേജർ രവിയെ പോലെയുള്ള മുൻ സൈനികർ പറയുമ്പോൾ ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? നമ്മുടെ ഈ രാജ്യത്തെ പാകിസ്ഥാൻ എംബസിയുടെ ഓഫീസിൽ ഇന്നലെ കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോഴും അവർ നമ്മളെ കീഴ്പ്പെടുത്തിയെന്ന ചിന്തയല്ലേ അതിന് പിന്നിൽ? കാശ്മീരിലെ പരമാധികാരിയായ പ്രധാനമന്ത്രിക്കാണ് കൃത്യനിർവഹണ ചുമതലയുള്ളത്. അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ മോദിയുടെ തന്നെ വീഴ്ചയാകാം. അതുമല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ ഒഴിവാക്കി അമിത്ഷാ നടത്തിയ സുരക്ഷാ യോഗത്തിന്റെ പോരായ്മകളാകാം. എവിടെയാണ് പാളിയതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, കാശ്മീരിൽ 25 വർഷത്തിനിടയിലെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിൽ പോലും നടുക്കമില്ലാത്ത ഒരാളുണ്ട്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം ബീഹാറിലെ മധുബനിയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിന പരിപാടിയിൽ തകൃതിയായി തന്റെ പ്രസംഗം നടത്തുകയാണ് മോദി. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അവിടെയാണ്, അവിടെ സീറ്റ് പിടിക്കണം. അവിടെ നിന്ന് വാതോരാതെ ഭീകരവാദികൾക്കെതിരെ ആക്രോശിച്ചിട്ട് എന്ത് കാര്യം? നഷ്ടപ്പെട്ട ജീവനുകൾ, അതിൽ ഒരു തുണ പോലും നരേന്ദ്രമോദി ഏകുന്നില്ല. മറ്റൊരാളുണ്ട്, ഈ ആക്രമണത്തിൽ അനുശോചനം എന്ന പേരിൽ 2 വാക്കിൽ ഒതുക്കി ഫ്രാൻസിലേക്ക് പോകാനിരിക്കുന്ന ഒരാൾ, രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരുപക്ഷെ ഈ രാജ്യം മുഴുവൻ സജ്ജമായി നാളെ പാകിസ്ഥാനെതിരെ പോരാടേണ്ടി വരുമെന്ന അവസ്ഥയിലിരിക്കുമ്പോഴും രാഷ്ട്രപതി ഫ്രാൻസിലേക്ക് പോകുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുവാനാണ് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്തിന്റെ പ്രധാനമായ പല കാര്യങ്ങളിൽ നിന്നും രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും മാറ്റി നിർത്തി മറ്റാരൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യം കടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ അത് പുറത്തു വരുന്നതും ശ്രദ്ധിക്കുന്നതും ഇപ്പോഴാണെന്ന് മാത്രം. തിരിച്ചറിയുക, ആർക്ക് നേരെയാണ് ഈ ആക്രമണത്തിന്റെ പിന്നിലെന്ന്. ഒരു വ്യക്തമായ പ്ലാൻ അത് അകത്തു നിന്നോ പുറത്തു നിന്നോ ഉണ്ടായിട്ടുണ്ട്, അതിൽ സംശയമേ വേണ്ട.